ഹായ് ഫ്രണ്ട്സ്, കിസാൻ വാനിയുടെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സീഡ് കളിപ്പിക്കുന്ന ഒരു രീതിയാണ്. അതായത് നമ്മുടെ ട്രേയിൽ എങ്ങനെയാണ് സീഡ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് സീഡ് കളിപ്പിക്കുന്നതെന്നുള്ള ഒരു രീതിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ചകിരിച്ചോറ് ഇങ്ങനെ ഇടുക. ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറാണ്. ചകിരിച്ചോറിട്ട് അതിന് ശേഷം കുറച്ച് പെർലൈറ്റ് ഉണ്ടാവും. ഏകദേശം കുറേശ്ശെ ഇട്ടാൽ മതി. കുറച്ച് പെർലൈറ്റ് ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കണ ഏകദേശം ഒരു 4 കിലോ ചകിരിച്ചോറാണ് ഇട്ടിരിക്കണം. അപ്പോൾ ഇനി നമുക്കൊരു 200 ഗ്രാം 250 ഗ്രാമത്തോളം നമ്മൾ ഇതിട്ട് ചെയ്യണം. പെർലൈറ്റ് ഇപ്പോൾ പെർലൈറ്റ് ഇട്ടു. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഗ്രീൻ മീൽ ഉണ്ടോ. ഇത് ഒരുപാട് ഐറ്റംസൊക്കെ ചേർന്നതാണ്. അതായത് വേപ്പൻ പിണ്ണാക്ക്, എല്ലുപൊടി, കടലപ്പിണ്ണാക്ക്, അപ്പരണ്ടി പിണ്ണാക്ക് ഇതൊക്കെ ചേർന്ന ഒരു മിശ്രിതമാണ്. ഓർഗാനിക്കാണ് ഗ്രീൻ മീൽ. ഇത് നമുക്കൊരു 1 കിലോ ഇതിനകത്തിട്ട് ഇടുക. വളരെ കുറച്ച് മതി ഇതൊക്കെ. അപ്പോൾ അതൊരു കിലോ ഇട്ടു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇടാൻ പോടാന്ന് പറഞ്ഞാൽ കുറച്ച് ചാണകപ്പൊടി വേണം. ഇത് നല്ല ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി ഏകദേശം ഒരു 2 കിലോ ഉണ്ട് ചാണകപ്പൊടി. അപ്പോൾ ചാണകപ്പൊടി ഇങ്ങനെ ആയിട്ട് നമ്മൾ അതിട്ടിട്ട് ചാണകപ്പൊടി ഇട്ട് ഇനി നമ്മളിത് ഇങ്ങനെ മിക്സ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യണം, പൊടിച്ചെടുക്കണം. ചാണകത്തിൻ്റെ കട്ടയൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ഇത് പൊടിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കണം. ഒരു ലേശം കൂടി നമുക്ക് പെർലൈറ്റ് ഇട്ട് കൊടുക്കാം. പെർലൈറ്റ് കുറച്ചിട്ട് ഇട്ട് കൊടുത്തേ. അപ്പോൾ നമ്മൾ ഇടുമ്പോൾ അതിന് കുറച്ചാണ് ഒരു 200-250 ഗ്രാം ഇട്ടാൽ മതി. ഒരു 5 കിലോ പിന്നെ നമ്മൾ ചകിരിച്ചോറ് ഉപയോഗിക്കുമ്പോൾ നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് ചെറുതായിട്ട് നമ്മളൊന്ന് നനവില്ലെങ്കിൽ ചെറുതായിട്ട് വെള്ളം ഒഴിക്കുക. വെള്ളം ചെറുതായിട്ട് ഇങ്ങനെ തളിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് സീഡ് പാകണ രീതിയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിത് പാകുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ മിക്സ് ചെയ്ത സാധനം എടുക്കുക. ഇതിങ്ങനെ അങ്ങോട്ട് ഇടുക. ഇങ്ങനെ ഇതിലെല്ലാത്തിലും ഇങ്ങനെ നിറക്കുക. ഇങ്ങനെ നിറച്ച് എല്ലാത്തിനകത്തും ഫില്ലാക്കുക. അതിനകത്ത് ഏകദേശം ഒരുമാതിരി ഇങ്ങനെ ചെറിയൊരു ഇതേമാതിരി നിറച്ച് വളം ആദ്യം നിറയ്ക്കേണ്ട രീതി എന്ന് പറയുന്നത് എല്ലാത്തിനകത്തും ഇപ്പം ഏകദേശം എല്ലാത്തിനകത്തും നിറഞ്ഞിട്ടുണ്ട്. ഒരെണ്ണത്തിനകത്തും നിറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് അപ്പോൾ ഇനി ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് നിറയ്ക്കാം. അപ്പോൾ ഇനി ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിത്തെടുക്കുക. അപ്പോൾ വിത്തെടുത്തിട്ട് ഇത് പീച്ചിലിൻ്റെ വിത്താണ്. അപ്പോൾ ഇതിൻ്റെ അഗ്രഭാഗം ഉണ്ടല്ലോ, മുകൾ ഭാഗം, ഈ ഭാഗത്തു നിന്നാണ് നമുക്ക് മുള വരുന്നത്. അപ്പോൾ അത് നമ്മൾ ആ ഭാഗം ചേർക്കത് ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ വയ്ക്കുക. എല്ലാത്തിലും ഉണ്ടോ ആ മുകളിലായിട്ട് ഇതായിട്ട് നമ്മളിങ്ങനെ വയ്ക്കുക. അത് വയ്ക്കുക. നമുക്ക് അടുത്തത് ഇത് പൊട്ടുവെള്ളരിയാണ്. നമുക്ക് അടുത്ത ഡ്രൈയിൽ കണ്ട ഇതണ്ട ഇതിൻ്റെ കൂർത്ത വശം ആ ഭാഗത്തു നിന്നാണ് മുള വരുന്നത്. അപ്പോൾ അത് ഇങ്ങനെ 2 വശം കൂർത്തിരിക്കുക. എന്നാലും കുറച്ച് വളരെ ഷാർപ്പായിട്ടുള്ളത് ഈ ഭാഗമാണ്. അത് നമുക്ക് ഇങ്ങനെ എടുത്ത് കണ്ട ഇത് ഇങ്ങനെ കണ്ട് വയ്ക്കുക. ഇത് വയ്ക്കുക. അപ്പോൾ അതായി. ഇനിയിപ്പോൾ നമുക്ക്
അടുത്ത് എടുക്കാം. കണ്ട, ഇത് കഞ്ഞിക്കുഴി പയറാണിത്. കണ്ട, കഞ്ഞിക്കുഴി പയർ അത് നമുക്ക് അടുത്ത ഡ്രൈയിൽ വയ്ക്കും. ഇതെടുത്തിരുതേ എൻ്റെ ആ ചെറിയ വശം ഈ ഭാഗത്തു നിന്നാണ് മുള വരുന്നത്. അത് നമ്മളിങ്ങനെ താഴ്ത്തി അങ്ങനെ വയ്ക്കും. കണ്ടോ, നേരെ ഇങ്ങനെ വയ്ക്കാവുള്ളേ. ഇപ്പോൾ പെട്ടെന്ന് നല്ല ആരോഗ്യത്തിലൂടെ മുള വരും. ഇതിപ്പോൾ ഇന്ന് പാകിയതല്ല, ഇത് മറ്റന്ന് രാവിലെ ആകുമ്പോഴത്തേനും ഇത് മുള കംപ്ലീറ്റ് വന്നിരിക്കും. ഈ പയറിൻ്റെത്, പയർ അതുപോലെ പിന്നെ പീച്ചിലി ഒക്കെ പെട്ടെന്ന് മുള വരുന്നതാണ്. അപ്പോൾ അതായി. ഇപ്പോൾ നമുക്കിനി അടുത്തത് എന്ന് വെച്ചാൽ ഇത് വഴുതിനയാണ്. വഴുതിന അടുത്ത ട്രെയിലിപ്പോൾ അതെ ഓരോന്ന് ഇങ്ങനെ എടുത്ത് എല്ലാത്തിലും ഇങ്ങനെ പാകുക. ഇങ്ങനെ പാകിയതിന് ശേഷം ആണ് അടുത്ത പരിപാടി. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഒന്ന് പാകിയിട്ട് പാകാം. ഈ സൈഡിന് ഇരിക്കണത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നട്ട് കിളിർത്തതാണ്. അത് കുറച്ച് മിച്ചമുള്ളതാണ്. അപ്പോൾ നമ്മൾ അടുത്തതാണ് ഇപ്പോൾ നട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഹൈബ്രിഡ് സീഡ് വാങ്ങി ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ഇവിടെ കിളിർപ്പിച്ച് വളരെ വില കുറച്ചാണ് കർഷകർക്ക് പച്ചക്കറി തൈകൾ വിൽപ്പന നടത്തുന്നത്. നമ്മളടുത്ത് ഹൈബ്രിഡ് സീഡും ഉണ്ട്, നാച്ചുറലായിട്ടുള്ള ലോക്കൽ സീഡുകളും ഉണ്ട്. പക്ഷേ നമ്മൾ ഹൈബ്രിഡ് സീഡാണ് കൂടുതൽ പാകി നമ്മൾ പച്ചക്കറി തൈകളായിട്ട് വിൽപ്പന നടത്തുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളുടെ ഡിപ്പോ ഇല്ലത്തുകാവിലുള്ള ഡിപ്പോയിൽ ബന്ധപ്പെട്ടാൽ നമുക്ക് തരാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ വിത്തെല്ലാം പാകി നിർത്തിയേക്കാണ്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇത് ഇതിൻ്റെ പുറത്തൊരു ലേശം ഇങ്ങനെ എല്ലാ വിത്തും കണ്ട ഇങ്ങനെ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഓടിക്കുക, ചെറുതായിട്ട് ഇങ്ങനെ പുറത്ത് ഓടിച്ചിട്ട് ഈ വിത്ത് നമ്മളൊന്ന് മൂടിയെടുത്തിട്ട് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ വരണ്ടിയെടുക്കുക. അതെ ഇതേമായിട്ട് എല്ലാത്തിൻ്റെയും പുറത്ത് ഇങ്ങനെ. അപ്പോൾ ഇതൊരു 4 ദിവസം 5 ദിവസം ആകുമ്പോൾ എല്ലാം കിളുക്കും. 3-ാമത്തെ ദിവസം പയറെല്ലാം കിളുക്കും. 5 ദിവസം ആകുമ്പോഴത്തേന് പാവലും പടവലും എല്ലാ സാധനവും കിളുക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കുറഞ്ഞ രീതിയിൽ വിത്ത് കിളിപ്പിക്കുന്ന ഒരു രീതി. അപ്പോൾ ഇതിനകത്ത് ഈ ഡ്രൈക്ക് വലിയ പൈസയൊന്നും വരുന്നില്ല. ഇത് ഈ ഡ്രൈക്ക് ഒരെണ്ണത്തിന് 10 രൂപയേ വരുന്നുള്ളൂ. പിന്നെ കുറച്ച് പിന്നെ പെർലൈറ്റും അതുപോലെ തന്നെ ചകിരിച്ചോറ്, ഞാൻ കാണിച്ച സാധനം ചാണകപ്പൊടി, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വളരെ ചിലവ് കുറഞ്ഞ് നമുക്ക് ഒരു 5 ദിവസം ആകുമ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള പിന്നെ വിത്ത് കിളുത്തത് നമുക്ക് പാകാൻ എടുത്ത് നമുക്ക് നടാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു പുതിയ വിശേഷവുമായി വരുന്നവരെ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.